പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. സ്നേഹമുള്ളവരെ, നാം എല്ലാം ദൈവത്തിന്റെ മക്കളാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാനും സാധിക്കും. ആദിയിൽ ദൈവം സൃഷ്ടിച്ച ആദം പരിശുദ്ധനായിരുന്നു. ദൈവ ചൈതന്യം അവനിൽ നിറഞ്ഞിരുന്നു. എന്നാൽ ആദം അനുസരണക്കേടിനാൽ പാപത്തിനു അടിമയായി ദൈവപുത്ര സ്ഥാനത്തിൽ നിന്നും വ്യതിചലിച്ചു. എന്നാൽ കർത്താവായ യേശു ആ ദൈവപുത്ര സ്ഥാനം നമുക്ക് വീണ്ടെടുത്തു നൽകി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തി സകല തിന്മയുടെ ശക്തിയുടെ മേലും പാപശാപ ബന്ധനങ്ങളുടെ മേലും മരണത്തിന്റെ മേലും വിജയം വരിച്ച് ഉദ്ധിതനായിരിക്കുന്നു. ആ കർത്താവായ യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. അതായത് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ ദത്തെടുത്തിരിക്കുന്നു. എഫെസോസ് 1-ാം അധ്യായം വ്യക്തമാക്കുന്നു, യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നാം ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളത് അവിടുന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്തെന്നാൽ ഒരിക്കൽ നാം മൃതരായിരിക്കുന്നു. കാരണം പിതാവിന്റെ സന്നിധിയിൽ പാപം ചെയ്തത് നിമിത്തം നാം മരിച്ചവരെ പോലെയായിരുന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവവചനമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും യോഗ്യതയാലാണ്. ഗലാത്യരുടെ ലേഖനം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. നാം ഓരോരുത്തരും എല്ലായ്പ്പോഴും ദൈവത്തിന്റെ മക്കളായിരിക്കണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയും. നാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറും. നമ്മുടെ ഏതാവശ്യവും ഏതാഗ്രഹവും പൂർത്തീകരിക്കപ്പെടും. കർത്താവായ യേശുവിനെ നോക്കി ഫരിസേയരും നിയമജ്ഞരും വിളിച്ചു പറഞ്ഞു, ഇതാ ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന്. ഇന്ന് യേശുവിനോടൊപ്പമായിരിക്കുന്ന നാം ലോകത്തിന് പിന്നാലെ സഞ്ചരിക്കരുത്. പകരം ലോകം നമുക്ക് പിന്നിൽ സഞ്ചരിക്കണം. നാം ഈ ലോകത്തിലുള്ളവയെക്കാളും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കണം. ക്രിസ്തുവിന്റെ നന്മയിലൂടെ സഞ്ചരിക്കണം. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ പിമ്പിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യം വെച്ച് മുന്നേറുന്നു. പൗലോസിന്റെ മുമ്പിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് വേദനയുടെയും പ്രതിസന്ധിയുടെയും ദുഃഖങ്ങളുടെയും നിരാശയുടെയും കയത്തിലൂടെ സഞ്ചരിക്കുന്നവർ തിരിച്ചറിയണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ലോക ജീവിത പ്രതിസന്ധികൾ നിഷ്ഫലമാണ് എന്ന്. അവിടുന്ന് ഇന്ന് എനിക്ക് സകലത്തിനും മതിയായവനുമാണ്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തെ ജയിച്ച കർത്താവായ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ എതിർക്കുവാൻ, നമ്മെ തോൽപ്പിക്കുവാൻ ആർക്ക് കഴിയും? വചനം വിളിച്ചു പറയുന്നു, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും? നമുക്ക് പറയാം, കർത്താവായ യേശുവേ, അവിടുന്ന് എനിക്ക് എപ്പോഴും നല്ലവനാണ്. എൻ്റെ ആപത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ പ്രയാസങ്ങൾ അവിടുന്ന് മതിയായ ദൈവമാണ്. അവിടുന്ന് എനിക്കെല്ലാറ്റിനും മതിയായവനാണ്. കർത്താവെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് മാത്രമാണ് എൻ്റെ ദൈവം. അവിടുന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ സഹായമായി കടന്നു വരുന്നു. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ഹല്ലേലൂയ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ഇന്ന് എന്നെ വീണ്ടെടുക്കുവാൻ, ദൈവമകനായി എന്നെ മാറ്റുവാൻ
എനിക്ക് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ കർത്താവായ യേശുവേ, എൻ്റെ വേദന നീക്കി എനിക്ക് ഒരു പുതുജീവൻ അവിടുന്ന് ഇന്ന് നൽകണമേ. അങ്ങയുടെ മകനും മകളുമായി തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. വചനം വിളിച്ചു പറയുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ആദിയും അന്തവുമായ ദൈവം, ആൽഫയും ഒമേഗയുമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ യേശുവേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. ആദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. ആമേൻ, ഹല്ലേലൂയ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ജീവിതയാത്രയിൽ എനിക്ക് വഴികാട്ടിയായി പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവേ അവിടുന്ന് കടന്നു വരണമേ. എന്നെ വഴി നടത്തണമേ ഈശോയെ. ഞാൻ അങ്ങയെ ലക്ഷ്യം വെച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഭൂയാത്രയാതി കഠിനം യേശുവേ, പ്രതികൂലങ്ങൾ അനുനിമിഷം കർത്താവേ കടന്നു വരണമേ. മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം വഴി കർത്താവേ എന്നെ വഴി നടത്തണമേ ഈശോയെ. മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം വഴി. പ്രതികൂലങ്ങളിൽ എനിക്ക് സഹായമായി കടന്നു വരണമേ ഈശോയെ. യേശു എനിക്കു നല്ലവൻ, കർത്താവേ അവിടെ നിന്നും മതിയായ ദൈവം, മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളേ അവൻ മതിയായവൻ. കർത്താവായ യേശുവേ, അവിടുന്ന് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ എൻ്റെ ക്ലേശങ്ങളും കണ്ണുനീരും ഇല്ലാതായി മാറും. കർത്താവേ, ഞാൻ മഹുതീകൃതനായ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഈ നിമിഷം അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ കുപ്പായം എന്നെ ധരിപ്പിക്കണമേ കർത്താവേ. ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു മതിയായ, എന്റെ യേശു എനിക്കു നല്ല, അവിടെ നിന്നും മതിയായ ദൈവമാണ്. അവനെന്നും മതിയായവൻ. ആപത്തിലും രോഗത്തിലും എന്റെ പ്രയാസങ്ങളിലും കടന്നു വരുന്ന എന്റെ കർത്താവായ യേശു, മനമേ അവൻ മതിയായ. ഓ യേശുവേ, അവിടെ എല്ലാത്തിനും മതിയായ ദൈവം. വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇന്ന് നാം ദൈവമക്കളെങ്കിൽ അവകാശികളുമാണ്. ക്രിസ്തുവിന്റെ അവകാശത്തിൽ പങ്കുകാരാകുവാൻ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.